ഹലോ ഫ്രണ്ട്സ്, ഫയർ വുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്കിപ്പോൾ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർസ്, അതാണ് നമ്മളെ ഏരിയ. കുറച്ച് ഒരു 4-5 ടോപ്പിക്കുകൾ അതിലുള്ളൂ. അത് ടൈപ്പ് എ ഫയർ ഉണ്ട്, ടൈപ്പ് ബി ഫയർ ഉണ്ട്, ടൈപ്പ് സി ഫയർ ഉണ്ട്, പിന്നെ ടൈപ്പ് ഡി ഫയർ ഉണ്ട്, ടൈപ്പ് ഇ ഫയർ ഉണ്ട്. ഇങ്ങനെ 4 ഓക്കെ. അതിൽ ടൈപ്പ് എ ഫയർ എന്ന് പറഞ്ഞാൽ ഈ തടി, തുണി ഇതൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ടൈപ്പ് എ ഫയർ. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാവുന്നതാണ്. കത്തിയാൽ ചാരുണ്ടാവുന്ന ഐറ്റംസാണ്. ഓക്കെ. അടുത്തത് ടൈപ്പ് ബി ഫയർ. നമ്മൾ ബോട്ടിൽ സൂക്ഷിക്കുന്ന ദ്രാവകങ്ങൾ അങ്ങനെ ആലോചിക്കുക. ടൈപ്പ് ബി ബോട്ടിൽ. ഓക്കെ. മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, ഓക്കെ, ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ അത് നമുക്ക് CO2 ഉപയോഗിച്ച് അണയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫോം ഉപയോഗിച്ച് അണയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് ടൈപ്പ് സി ഫയർ ഉണ്ട്. ടൈപ്പ് സി പറഞ്ഞാൽ LPG, പിന്നെ അങ്ങനത്തെ ഐറ്റംസ്, LPG, ബയോഗ്യാസ്, ഇതൊക്കെ നമുക്ക് ബ്ലാങ്കറ്റിങ്, അങ്ങനെ തുണി നനച്ചിട്ട് അത് ആ ഗ്യാസ് കുറ്റീൻ്റെ മേലിട്ടിട്ട് അണയ്ക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ CO2 ഉപയോഗിച്ചിട്ട് അണയ്ക്കാം. പിന്നെ ഫോം, അത് ഉപയോഗിച്ചിട്ട് അണയ്ക്കാവുന്നതാണ് ടൈപ്പ് സി ഫയർ. ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ളത് ടൈപ്പ് സി ഫയർ ആണ്. അടുത്തതായിട്ട് ടൈപ്പ് ഡി ഫയർ പറഞ്ഞാൽ ഡയമണ്ട് ആലോചിച്ചാൽ മതി. ഡയമണ്ട്, ഓക്കെ. ലോഹങ്ങളുണ്ടാകുന്ന തീപിടുത്തം, അതായത് പൊട്ടാസ്യം, അങ്ങനത്തെ ഐറ്റംസൊക്കെ, കാൽസ്യം, പെട്ടെന്ന് തീ പിടിക്കുന്ന ഐറ്റംസൊക്കെ. അടുത്തതായിട്ടുള്ളത് ടൈപ്പ് ഇ ഫയർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ടൈപ്പ് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. അത്ര ആലോചിച്ചാൽ അത് നമുക്ക് ഫോം ഉപയോഗിച്ചിട്ടും പിന്നെ CO2 ഉപയോഗിച്ചിട്ടും ഒക്കെ അണയ്ക്കാവുന്നതാണ്. സിമ്പിൾ. ഡ്രൈ കെമിക്കൽ ഏജൻറ്റ് ഉപയോഗിച്ചിട്ടും ഒക്കെ അണയ്ക്കാം. ഓക്കെ. ബാക്കിയുള്ള ഏരിയ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.